നമസ്കാരം, വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ എബിഷ. CSA കാരക്കുണം മെഡിക്കൽ കോളേജിൽ സമഗ്ര വികസന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. കാരക്കുണം SMCSA മെഡിക്കൽ കോളേജിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മഹായിടവക അഭിവന്ദ്യ ബിഷപ്പ് ഡോക്ടർ പ്രിൻസൺ ബെൻ തിരുമേനി, കൊല്ലം കൊട്ടാരക്കര അഭിവന്ദ്യ ബിഷപ്പ് ജോസ് ജോർജ് തിരുമേനിയുടെ സാന്നിധ്യത്തിൽ ഏപ്രിൽ 10 വെള്ളിയാഴ്ച പ്രതിഷ്ഠയും ഉദ്ഘാടനവും നിർവഹിച്ചു. നിർമ്മാണം പൂർത്തിയാക്കിയ ഫീമെയിൽ മെഡിക്കൽ വാർഡ്, സർജിക്കൽ വാർഡ്, ഗൈനക് വാർഡ്, മെയിൻ മെഡിക്കൽ വാർഡ്, സർജിക്കൽ വാർഡ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ മെഷീൻ, നഴ്സിംഗ് സ്കൂളിൽ ക്ലാസ് റൂമുകൾ, നഴ്സിംഗ് കോളേജിൽ ക്ലാസ് റൂമുകളും ഹാളുകളുമാണ് പ്രതിഷ്ഠിച്ചത്. ഇതുകൂടാതെ PG ഹോസ്റ്റൽ, ബഹുനില കാർ പാർക്കിംഗ് എന്നിവയുടെ ശിലാസ്ഥാപന കർമ്മവും നടത്തി. MBBS നഴ്സിംഗ് സ്കൂൾ, നഴ്സിംഗ് കോളേജ് സ്ഥാപനങ്ങളിൽ സീറ്റുകൾ വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് പുതിയ നിർമ്മാണവും പ്രതിഷ്ഠയും നടന്നത്. SMCSA മെഡിക്കൽ കോളേജ് കാരക്കുണം ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ബെനറ്റ് എബ്രഹാം, മറ്റ് സഭാ ശുശ്രൂഷകർ, ഡോക്ടേഴ്സ്, മറ്റ് രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു. ദക്ഷിണ കേരള മഹായിടവക യുവജന പ്രവർത്തന സമിതിയുടെ ആഭിമുഖ്യത്തിൽ മഹായിടവകയിലെ യുവതി യുവാക്കൾക്കും സഭാ ശുശ്രൂഷകർക്കുമായി ബാഡ്മിന്റൺ ടൂർണമെന്റ് 2026 ഏപ്രിൽ മാസം 27-28 തീയതികളിൽ വൈകുന്നേരം 5 മണി മുതൽ ഡോക്ടർ SMCSA മെഡിക്കൽ കോളേജ് കാരക്കുണം ക്യാമ്പസിൽ വെച്ച് നടത്തുന്നു. 2026 വർഷം യുവജന പ്രവർത്തന സമിതിയിൽ പേര് രജിസ്റ്റർ ചെയ്ത പ്രതിഷ്ഠാ കാർഡ് കൈപ്പറ്റിയവർക്കും യുവസഭാ ശുശ്രൂഷകർക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 2026 ഏപ്രിൽ 20 വൈകുന്നേരം 5 മണിക്ക് മുൻപ് നിങ്ങളുടെ പേരുകൾ നിശ്ചയിച്ചിട്ടുള്ള ഫോം വഴി മഹായിടവക യൂത്ത് ബോർഡിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഓരോ ഏരിയയിലും നിന്നും എത്ര ടീമുകൾക്ക് വേണമെങ്കിലും പങ്കെടുക്കാവുന്നതാണ്. സിംഗിൾസ് ആൻഡ് ഡബിൾസ് വിഭാഗത്തിലായിരിക്കും മത്സരങ്ങൾ നടക്കുന്നത്. മത്സരത്തിന് ആവശ്യമായ വസ്തുവകകൾ അവരവർ തന്നെ കൊണ്ടുവരേണ്ടതാണ്. മത്സരത്തിനുള്ള കോർക്ക് സംഘാടകർ തന്നെ നൽകുന്നതാണ്. ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആയതിനാൽ മാർക്കിംഗ് ഷൂ നിർബന്ധമായും ഉപയോഗിക്കേണ്ടതാണ്. മത്സരത്തിൽ 15, 15, 10 എന്ന ക്രമത്തിൽ 3 സെറ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. മത്സരത്തിന്റെ പോയിന്റ് റാലിയായി കണക്കാക്കുന്നതാണ്. മത്സരത്തിനുള്ള ടീമുകളും വ്യക്തികളും മത്സരത്തിന്റെ ആദ്യ സെറ്റ് തീരുന്നതിന് മുൻപ് ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. മത്സരത്തിൽ ഒഫീഷ്യൽസിന്റെ തീരുമാനം അന്തിമമായിരിക്കും. സിംഗിൾസിന്റെ രജിസ്ട്രേഷൻ ഫീസ് 150 രൂപയും ഡബിൾസിന് 300 രൂപയുമാണ്. സിംഗിൾസിന് 1ാം സമ്മാനം ലഭിക്കുന്നയാൾക്ക് 2000 രൂപയും ട്രോഫിയും, 2ാം സമ്മാനം ലഭിക്കുന്നയാൾക്ക് 1500 രൂപയും ട്രോഫിയും, അതോടൊപ്പം ഡബിൾസിൽ 1ാം സമ്മാനം ലഭിക്കുന്നയാൾക്ക് 3000 രൂപയും ട്രോഫിയും, 2ാം സമ്മാനം ലഭിക്കുന്നയാൾക്ക് 2000 രൂപയും ട്രോഫിയും നൽകുന്നു. ദക്ഷിണ കേരള മഹായിടവകയിലെ അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കൾക്ക് ഒരു തൊഴിൽ മേഖല കണ്ടെത്തുന്നതിന് വേണ്ടി 2026 മെയ് മാസം 1-ാം തീയതി തൊഴിൽ മേള മഹായിടവക യുവജന പ്രവർത്തന സമിതിയും ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും ചേർന്ന് സംയുക്തമായി സംഘടിപ്പിക്കുന്നു. പ്രസ്തുത തൊഴിൽ മേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ ഫോമിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. തുടർന്ന് 2026 മെയ് 1 വെള്ളിയാഴ്ച രാവിലെ 8:30 മുതൽ LMS കോമ്പൗണ്ടിൽ വെച്ച് നടക്കുന്ന തൊഴിൽ മേളയിൽ വിവിധ മേഖലയിൽ പഠനം പൂർത്തിയാക്കിയ എല്ലാ യുവതി യുവാക്കളെയും ക്ഷണിക്കുന്നു. 50-ലധികം കമ്പനികൾ ഈ തൊഴിൽ മേളയിൽ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുന്നതിലേക്കായി ഇന്റർവ്യൂ നടത്തുന്നതാണ്. CSA ദക്ഷിണ കേരള മഹായിടവക ശ്രീജന സഖ്യത്തിന്റെ 2026 ഏരിയ തല പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമായി ഏകോപിപ്പിക്കുന്നതിനായി ഏരിയ തല മീറ്റിംഗുകൾ സംഘടിപ്പിച്ചു. സ്ത്രീ ശാക്തീകരണ പദ്ധതികളെയും പുതിയ അംഗങ്ങളെ ചേർക്കേണ്ടതിന്റെയും ആവശ്യകതയും കുറിച്ച് വിശദീകരിക്കുന്നതിനായി ഈ മീറ്റിംഗിലൂടെ സാധിച്ചു. ഏപ്രിൽ 11 പാറശാല ഏരിയ പ്രതിനിധീകരിച്ച് CSA പരശുവെക്കലിലും വെള്ളറട ഏരിയ പ്രതിനിധീകരിച്ച് FMCSA വെള്ളറടയിലും, ഏപ്രിൽ 12-ാം തീയതി CSA നെല്ലിക്കാക്കുഴിയിലും, CSA പെരിങ്ങാമലയിലും, ഏപ്രിൽ 15-ന് CSA പോത്തൻകോട്, CSA നെടുമങ്ങാട്, CSA വെള്ളനാട് തുടങ്ങിയ സഭകളിലും വെച്ച് ഏരിയ തല മീറ്റിംഗുകൾ സംഘടിപ്പിച്ചു. ശ്രീജന സഖ്യ പ്രസിഡന്റ് ബിഷപ്പമ്മ ബീന പ്രിൻസ്റ്റൺ, സെക്രട്ടറി ധന്യ ജോസ്, മറ്റ് ശ്രീജന സഖ്യ ഭാരവാഹികളും മീറ്റിംഗിൽ പങ്കെടുത്തു. പ്രാർത്ഥന, സേവനം, സാക്ഷ്യം എന്ന ലക്ഷ്യത്തിലൂന്നി പ്രവർത്തിക്കുന്ന ശ്രീജന സഖ്യ പ്രസ്ഥാനത്തിലൂടെ എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ എല്ലാ വനിതകളെയും ബിഷപ്പമ്മ ആഹ്വാനം ചെയ്തു. CSA ITE അമരവിളയുടെ ആഭിമുഖ്യത്തിൽ സഹപദം 2026 എന്ന പേരിൽ സാമൂഹിക സാംസ്കാരിക സഹവാസ ക്യാമ്പ് ഏപ്രിൽ 16-ാം തീയതി മുതൽ 30 വരെ സംഘടിപ്പിച്ചു. യുവജനങ്ങളിൽ സൗഹൃദം, സഹജീവിതം, സാമൂഹിക ബോധം എന്നിവ വളർത്തുന്നതിന് ലക്ഷ്യമിട്ടാണ് ക്യാമ്പ് നടത്തിയത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം CSA അമരവിള ഡിസ്ട്രിക്ട് ചെയർമാനും ലോക്കൽ മാനേജറുമായ റവറൻ ജോൺ വില്യം നിർവഹിച്ചു. ചടങ്ങിൽ മാനേജ്മെന്റ് പ്രതിനിധി റവറൻ ഡേവിഡ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഷീജ PL സ്വാഗതം ആശംസിച്ചു. മഹായിടവക വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി സത്യരാജ് മുഖ്യ സന്ദേശം നൽകി. മഹായിടവക സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഫ്രാൻസിസ്, TTI പ്രതിനിധി അശ്വിൻ രാജ്, PTA പ്രസിഡന്റ് ഷെറിൻ എന്നിവർ ആശംസകൾ നേർന്നു.
ക്യാമ്പ് കൺവീനറും സ്റ്റാഫ് സെക്രട്ടറിയും കൂടിയായ ഗ്രേസ് മിനി ക്യാമ്പ് പരിചയപ്പെടുത്തി. വൈസ് പ്രിൻസിപ്പൽ ടൈറ്റസ് കൃതജ്ഞത രേഖപ്പെടുത്തി. വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികൾ, പരിശീലന സെക്ഷനുകൾ, ചർച്ചകൾ എന്നിവ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച ക്യാമ്പ് പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവങ്ങളും സാമൂഹിക ബോധവും പകർന്നു. CSA ദക്ഷിണ കേരള മഹായിടവക സൺഡേ സ്കൂൾ സന്ദർശനത്തിന്റെ ഭാഗമായി 2026 മെയ് മാസം 31-ാം തീയതി ഞായറാഴ്ച ഡിസ്ട്രിക്ട് സൺഡേ സ്കൂൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓരോ പള്ളിയിലും ഓരോ പ്രതിനിധികളെ അയക്കേണ്ടതാണ്. സഭാ ആരാധനയിൽ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം, സൺഡേ സ്കൂളിന്റെ പ്രാധാന്യം, വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ഇവയെക്കുറിച്ച് പറയുകയും ദൈവവചനം സംസാരിക്കുകയും വേണം. വചനം പഠിക്കുന്നതിനുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നതിനും സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമാണ് ഈ സന്ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്ട്രിക്ട് സൺഡേ സ്കൂളിൽ സെക്രട്ടറിമാർ ഓരോ സഭയിലും പോകുന്നവരുടെ പേര് വിവരം മെയ് 15-ാം തീയതിക്ക് മുൻപ് നൽകേണ്ടതാണ്. അവർക്ക് പ്രത്യേകം കത്ത് ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതി നൽകുകയും പ്രസംഗത്തിനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യും. വാർത്തകൾ അവസാനിക്കുന്നില്ല, തുടരും.